മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു കിടുക്കാച്ചി ഐറ്റമാണ് ഏത്തയ്ക്ക പ്രഥമൻ. മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ഒരു ഐറ്റം. മധുരം കഴിക്കാൻ കുറച്ച് ക്രേവിങ്സ് ഒക്കെ തോന്നുന്ന സമയത്ത് ഇതൊന്നുണ്ടാക്കി നോക്കൂ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നന്നായി പഴുത്ത ഒരു ഏത്തപ്പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയാണോ? എന്നാൽ ഇപ്പോൾ തന്നെ ഇതുണ്ടാക്കി നോക്കും. ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കാം. ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതിനകത്തേക്ക് കുറച്ച് കാഷ്നട്ടും അതുപോലെ ഉണക്കമുന്തിരിക്കയും കൂടെ ഇട്ട് നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഇതേ പാനിനകത്തേക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായി പഴുത്ത ഒരു ഏത്തപ്പഴം നാലായ പകുത്ത് അരിഞ്ഞത് നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഏത്തപ്പഴം നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ടൊന്ന് അടച്ചു വെക്കാം. ലോ ഫ്ലെയിമിലാക്കി വേവിച്ചെടുത്താൽ മതി. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുകയും കൂടെ ചെയ്യാം. ഏത്തപ്പഴം നല്ലപോലെ വെന്ത് വരുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ഉടച്ചും കൂടെ കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഒരു ശർക്കര പാനിയാക്കിയത് അരിച്ചത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഏത്തപ്പഴത്തിനകത്തേക്ക് ശർക്കര പനിയെല്ലാം വലിച്ചെടുക്കും. ആ സമയത്ത് നമുക്കിതിനകത്തേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും അതുപോലെ തേങ്ങയുടെ 1/4 പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തേങ്ങാപ്പാലൊന്ന് കുറുക്കിയെടുക്കാം. അതിനുശേഷം ഇതിനകത്തേക്ക് തേങ്ങയുടെ 1/4 പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിലാക്കി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഈ സമയം നമുക്കിതിനകത്തേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന കാഷ്നട്ടും അതുപോലെ ഉണക്കമുന്തിരിങ്ങ കൊണ്ട് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്നും കൂടെ ഇളക്കി യോജിപ്പിക്കാം. അപ്പം നമ്മുടെ ടേസ്റ്റിയായ ഏത്തയ്ക്ക പ്രഥമൻ തയ്യാറായിട്ടുണ്ട്. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. മധുരം കഴിക്കാൻ കൊതി തോന്നുമ്പോൾ ചോക്ലേറ്റ് ഒക്കെ കഴിക്കുന്നതിന് പകരം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായില്ലയോ എന്ന് കമൻറ്റ് ചെയ്യണേ.